നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജിഗ്ന ജയപ്രകാശ്. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച ബിനോയുടെ കുടുംബത്തിന് ധനസഹായവുമായി സർക്കാർ. പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവിന് മരണം. സംഭവം കൊല്ലം കരുനാഗപ്പള്ളിയിൽ. അന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ. ജൂനിയർ ശിവമണി ജിനോ കെ ജോസ് അന്തരിച്ചു. മരണം വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ. ആർത്തവ അവധിക്ക് നയം രൂപീകരിക്കണമെന്ന ഹർജി തള്ളി സുപ്രീം കോടതി. ഇത്തരം നയങ്ങൾ വിപരീത ഫലമുണ്ടാക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വാർത്തകൾ വിശദമായി. തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് കുവൈത്ത് തീപിടുത്തത്തിൽ മരണപ്പെട്ടതിൽ സർക്കാർ ധനസഹായം നൽകി. പ്രവാസി വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ നോർക്ക വഴി നൽകിയ ധനസഹായമാണ് കൈമാറിയത്. ധനസഹായത്തിനു പുറമെ ബിനോയുടെ മകന് ജോലി വാഗ്ദാനവും സർക്കാർ നൽകി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരണപ്പെട്ടു. എടക്കുളങ്ങര സ്വദേശി അബ്ദുൾ സൽമാനാണ് മരണപ്പെട്ടത്. വീടിനോട് ചേർന്നുള്ള ചതുപ്പിൽ പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. രക്ഷിക്കാൻ ശ്രമിച്ച സഹോദരിക്കും അയൽക്കാരനും ഷോക്കേറ്റെങ്കിലും രക്ഷപ്പെട്ടു. വൈദ്യുത കമ്പി പൊട്ടിവീണതിനെ പറ്റി പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് KSEB ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി സംഗീത മേഖലയിലെ നിറസാന്നിധ്യമായിരുന്ന ജൂനിയർ ശിവമണി ജിനോ കെ ജോസ് അന്തരിച്ചു. വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച്. ആർത്തവ അവധിക്ക് വേണ്ടിയുള്ള നയം രൂപീകരിക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. ഈ നയം രൂപീകരിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഇത് വിപരീത ഫലമുണ്ടാക്കുമെന്നും തൊഴിലുടമകൾക്ക് സ്ത്രീകൾക്ക് ജോലി നൽകാനുള്ള താല്പര്യം ഇല്ലാതാക്കുമെന്നും കോടതി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.